PMC പദ്ധതി ഏറ്റവും വിവാദമായിരിക്കുമായിരുന്നു. നേരത്തെ മുതൽ വിവാദമാണ്. കഴിഞ്ഞ വർഷം PMC പദ്ധതി ഒപ്പിട്ടതാണെങ്കിൽ ഈ വർഷം കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടിട്ടില്ല, പണം വാങ്ങിച്ചിട്ടില്ല, ഞങ്ങൾ SSKയുടെ ഫണ്ടാണ് വാങ്ങിച്ചത്, PMCയുടെ ഫണ്ടല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ VD സതീശൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറയുന്നത് 99 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട്, അത് കാരണം ഞങ്ങൾക്ക് ഇത് പിൻവലിയാൻ പറ്റത്തില്ല എന്നാണ്. ശരിക്കും പ്രതിപക്ഷത്തിരുന്ന പോലെയല്ല ഇവർ ഭരണപക്ഷത്ത് വന്നപ്പോൾ പറയുന്നത്. എന്താ ഇതൊക്കെ തോന്നുന്നത് കേട്ടിട്ട്? അല്ല, അത് സ്വാഭാവികമായിട്ടും VD സതീശന്റെ കാര്യം നമുക്കറിയാലോ. വയനാട് തന്നെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വീട് പണി ആരംഭിച്ചു എന്ന് പറഞ്ഞു. അവിടെ വീട് പണി ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം മുൻപത്തെ വഖഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാനിപ്പോ അദ്ദേഹത്തെ കുറ്റപ്പെടുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടാൽ മതി. അദ്ദേഹം പറയുന്നതല്ല യാഥാർത്ഥ്യം എന്നുള്ളത്, റിയാലിറ്റി അതല്ല എന്നുള്ളത്. ഇപ്പൊ നമ്മൾ തന്നെ ഈ സൗജന്യ യാത്ര തന്നെ നമ്മൾ കണ്ടില്ലേ. ഇപ്പൊ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി, അപ്പൊ പല ഓർഡിനറി ബസ്സുകളും സിറ്റി ഫാസ്റ്റ് ആയി മാറി, ഒറ്റ സുപ്രഭാതത്തിൽ അതായി മാറി. അപ്പോൾ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനകളെല്ലാം തന്നെ. എല്ലാ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ആ രീതിയിലാണ്. ഒരു പ്രസ്താവനകൾ മാത്രമല്ല, ഞാനിപ്പോ ഇത്രയും പറഞ്ഞ പ്രസ്താവനകളുണ്ട്, ഇനിയും അധികം പ്രസ്താവനകളുണ്ട്. സാമുദായിക നേതാക്കന്മാരുടെ തിന്നനിറങ്ങാൻ പോവില്ല എന്ന് പറഞ്ഞു, ഏറ്റവും വലിയ കോളൊക്കെ സൃഷ്ടിച്ചാണല്ലോ. തിന്നനിറങ്ങാൻ പോവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് രണ്ടുപേരും പറഞ്ഞു അവരെ കാണാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുകുമാരൻ നായർ വരുന്ന വരെ ആ തിന്നിറങ്ങിയില്ല, പക്ഷെ തിന്നലിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനയും നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ PMCയും കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ അത് മാത്രമല്ല, പല നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കൊക്കിലെ ജീവൻ ശ്വാസമുള്ള കാലത്ത് അത്രയും ഞാൻ ഈ പദ്ധതി UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല. RSSന്റെ പഠന പദ്ധതി തങ്ങൾ ഒരിക്കലും സിലബസിൽ ഉൾക്കൊള്ളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കാവ്യവൽക്കരണം ഒരിക്കലും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, ഞങ്ങൾ അതിനെ എതിർക്കും, നഖശികാന്തം എതിർക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നിപ്പോ അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് അറിയാൻ പൊതുജനത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും PMCയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇപ്പോ അവര് കൈയൊഴിയാനാണ് നോക്കുന്നത്. മുന്നത്തെ സർക്കാരിനെ വെച്ചുകൊണ്ട് കൈയൊഴിയാൻ നോക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്വീകരിച്ചു പോരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് എന്ത് പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മളിപ്പോ PMC നടപ്പാക്കിയിട്ടുള്ള പല സ്കൂളുകളും ഉണ്ടല്ലോ, പല സ്കൂളുകളുണ്ടല്ലോ, അവിടെ സിലബസിന് വ്യത്യാസം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സിലബസ് അല്ലെങ്കിൽ ഒരു കാവ്യവൽക്കരണം നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പല മാഹിയിലടക്കമുള്ള പ്രദേശങ്ങളിലെ പല കേന്ദ്ര വിദ്യാലയ സ്കൂളുകളുണ്ടല്ലോ. അങ്ങനെ തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം തന്നെ ഇപ്പൊ ഇവിടെ കേരളത്തില് കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ PMC പദ്ധതി നടപ്പാക്കി എന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചാണ്. നമ്മൾ കണ്ടതാണ് കോലം കെട്ടലൊക്കെ. പക്ഷെ അതേസമയം ഈ കർണാടക, അതായത് കർണാടക, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ PMC പദ്ധതി പ്രഖ്യാപിച്ചിട്ട് 1 വർഷം തികയുന്നതിന് മുമ്പ് ഈ പദ്ധതി നടപ്പാക്കിയത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സ്ഥലത്താണ്. അതായത് കോൺഗ്രസിന്റെ അധീനതയിലാണ്. അപ്പൊ അവിടെ കോൺഗ്രസിന് നടപ്പാക്കാമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ കോൺഗ്രസ് നടപ്പാക്കാൻ മടിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം വെച്ചാൽ അവിടെ കോൺഗ്രസിന് നടപ്പാക്കാൻ യാതൊരു മടിയില്ല, അന്ന് ഒപ്പിട്ടവർക്ക് ഒരു കുഴപ്പമില്ല, MOU സൈൻ ചെയ്തവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കൊക്കിന് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പറ്റം ആളുകളുടെ അടുക്ക പ്രീണിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണോ ഇത് PMC പദ്ധതിയിൽ മൊത്തത്തിലൊരു എതിർപ്പെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ നിലപാട് തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. മറ്റേ VCയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, വൈസ് ചാൻസലർമാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ അദ്ദേഹം വിമർശിച്ചിരുന്നു. അദ്ദേഹം പങ്കെടുത്തതിനെ അദ്ദേഹം മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഗോൾവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ തിരിതെളിയിച്ചിട്ട് വരെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ടാണ് അദ്ദേഹം വേറെയുള്ള വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നതിൽ നമ്മൾ ഒരു കുറ്റക്കെട്ട് തോന്നും. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കുമോ നമ്മൾ ഇതിനെയും കണ്ടാൽ മതിയോ PMCയുമായിട്ട് ബന്ധപ്പെട്ട്? എനിക്ക് തോന്നുന്നു അതായിരിക്കും. കാരണം വൈസ് ചാൻസലർമാർ RSSന്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അവർ കേരളത്തിനോട് മാപ്പ് പറയണം, വർഗീയത കേരളത്തിൽ വച്ച് പൊറപ്പിക്കില്ല. വർഗീയത വെച്ച് പൊറപ്പിക്കില്ല നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇതേ വർഗീയത വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ SDP ഇഫ്താർ വിരുന്നിന് ഇപ്പോഴത്തെ മന്ത്രി CP ജോൺ പങ്കെടുത്തിരുന്നു, അതുപോലെ ഹസൻ പങ്കെടുത്തിരുന്നു. ഇതൊന്നും വർഗീയതയായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് തോന്നുന്നില്ലേ? അല്ല, അദ്ദേഹം വർഗീയതയെ നഖശികാന്തം എതിർക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. വർഗീയതയുമായിട്ട് സമരസപ്പെടുന്നവരുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പൊ ഈ മുസ്ലിം ലീഗിനെയൊക്കെ അദ്ദേഹം എതിർക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യവും നമുക്ക് ഉയർന്നു വരുന്നതാണ്. തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹം മുസ്ലിം ലീഗിനെ അങ്ങനെ എതിർക്കുന്നത് കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കണ്ടിട്ടില്ല. അതേസമയം ചേർത്ത് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ കരുതൽ കൊടുത്തായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കരുതൽ കൊടുത്തതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ഒരു അഞ്ച് വിഷയങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നതായിട്ട് മനസ്സിലായി. ഇപ്പൊ സാമുദായിക
നേതാക്കന്മാരുടെ ആയിട്ടും ഈ RSS പരിപാടിയിൽ പങ്കെടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പോൾ ഈ വർഗീയതയ്ക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നെ വയനാട് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അപ്പൊ ഇങ്ങനെ പറയുന്ന വാക്കിനൊരു വ്യവസ്ഥ ഇല്ലാതെ വരുമ്പോൾ PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും നമുക്കറിയാമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയല്ലേ കാണേണ്ടതുള്ളൂ. തീർച്ചയായിട്ടും ആ രീതി കണ്ടാൽ മതി. ഇപ്പോ വി ശിവൻകുട്ടി, അതായത് മുൻ വിദ്യാഭ്യാസ മന്ത്രി, ഇപ്പൊ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല, ഞങ്ങൾ ഫണ്ട് വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഈ ഷംസുദ്ദീൻ ഇന്നലെ വന്ന് പറഞ്ഞത് സർക്കാർ ഫണ്ട് വാങ്ങിച്ചിരുന്നു, 99 കോടി രൂപയോളം വാങ്ങി, 106 കോടി രൂപ അനുവദിച്ചു, അതിൽ 99 കോടി രൂപയോളം ചിലവാക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് യൂട്ടേൺ അടിക്കാൻ പറ്റില്ലെന്നാണ് ഷംസുദ്ദീൻ വാദിക്കുന്ന വാദം. അപ്പോ ഇന്ന്, അതായത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങൾ അതിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല CPI അന്ന് നല്ല രീതിയിൽ എതിർക്കുകയായിരുന്നല്ലോ, പിന്നെ വിഷമൊക്കെ നല്ല രീതിയിൽ എതിർക്കുകയാണ്. പിന്നെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, അന്ന് നമുക്കറിയാം PM ശ്രീയെ എതിർത്ത് പിന്നീട് ഒപ്പിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നല്ലോ CPM നേതാക്കൾ. പിണറായി വിജയന്റെ മകളുടെ മകൻ തന്നെ പഠിക്കുന്നത് PM ശ്രീ ഏർപ്പാടാക്കിയ സ്കൂളിലാണ്, PM ശ്രീ നടപ്പിലാക്കിയ സ്കൂളിലാണ്, ഈ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യവും പലരും മറന്നുപോയി. അതോടൊപ്പം തന്നെ ഇതേ ബിനോ വിശ്വത്തിന്റെ മക്കളെല്ലാം പഠിച്ചത് UK ലാണെന്നുള്ള കാര്യം പലരും മറന്നുപോയി. അപ്പൊ നാട്ടുകാരുടെ മക്കൾക്ക് സാധാരണ സ്കൂളിൽ പഠിക്കാം, അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂളിൽ പഠിക്കാം എന്നുള്ളൊരു നിലപാടാണ്. ശരിക്കും ഈ PM ശ്രീ പദ്ധതിനെ എതിർക്കുന്നത് പദ്ധതിയുടെ വികസനം കണ്ടിട്ടാണോ, അതോ ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയതുകൊണ്ടാണോ? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയത് എന്നുള്ളത് ഒരു കാര്യം. അത് മാത്രമല്ല, ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും സവർക്കറുടെയോ ഗോൾവാൾക്കറുടെയോ അതോടൊപ്പം മുഗൾ ചരിത്രമോ ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളത് മറ്റൊരു വശം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഒരു സമ്പൂർണ്ണമായിട്ട് ഹിന്ദുത്വത്തിന്റെ രീതി അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങൾ സിലബസിൽ ഉൾക്കൊള്ളിക്കുമോ, രാമായണമോ മഹാഭാരതമോ അല്ലെങ്കിൽ മുഗൾ ചരിത്രം മൊത്തം മാറ്റിയിട്ട് നമ്മുടെ ഹിന്ദു രാജാക്കന്മാരുടെ ചരിത്രം അതിൽ ഉൾക്കൊള്ളിക്കുമോ എന്നൊക്കെ ഒരു ഭയമാണ് പലർക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ പദ്ധതി ആകുമ്പോൾ അതിൽ ഹിന്ദുത്വം അടങ്ങിയിരിക്കുന്നു, ഹിന്ദുത്വ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഈ നേതാക്കൾക്ക് നല്ല രീതിയിൽ ഉണ്ടാവും. അത് എന്തിരുന്നാലും അത് നല്ല രീതിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. അപ്പോൾ അങ്ങനെ ആ ഒരു തോന്നലായിരിക്കാം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഒരു കരുതൽ കൂടിയുള്ള ഒരു മുന്നണിയാണല്ലോ UDF. അപ്പോ അങ്ങനെ ഒരു കേന്ദ്ര സർക്കാരിന് അടിയറവ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ രീതിയിൽ പോറലേൽക്കുമെന്നുള്ള ഒരു തോന്നൽ കൂടി അവർക്കുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോ പല്ലും നഖവും ഉപയോഗിച്ചതിനെ എതിർക്കുന്നത്, അല്ലേ? എതിർക്കുന്നത്. പക്ഷേ ഇപ്പോ എനിക്ക് തോന്നുന്നു അതിന്റെ MOU പ്രകാരം ഒരിക്കലും ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് അതിൽ നിന്ന് പിൻവലിയാൻ കഴിയില്ല. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ടായത് കർണാടകയിലാണെന്ന് തോന്നുന്നു. BJP അവിടെ ഭരിച്ചിരുന്ന അവസാന കാലഘട്ടത്തിലെങ്ങാണ്ടോ ഇത് പാസ്സാക്കി, നടപ്പിലാക്കി. പക്ഷെ പിന്നീട് വന്ന കോൺഗ്രസ് ഇതിൽ താല്പര്യമില്ലാന്ന് എന്തോ പറഞ്ഞു. പക്ഷെ അവർക്ക് പരിപൂർണമായിട്ട് അതിൽ പിൻവലിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചോദ്യമാണ്. ഒരിക്കലും ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇതിന് യൂട്ടേൺ ആവാൻ പറ്റുക? പക്ഷേ അപ്പോൾ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞത് കള്ളമല്ലേ, അല്ലെങ്കിൽ പിൻവലിഞ്ഞു എന്ന് പറഞ്ഞത് കള്ളമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ? അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതിന്റെ അന്ന് ഈ KM ഷാജി അടക്കമുള്ള നേതാക്കന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും അറിയാമല്ലോ, MOU ഒക്കെ അവരും വായിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ. ഒരിക്കലും ഒപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് പിൻവലിയാൻ കഴിയില്ല എന്നൊക്കെ അവർക്ക് അറിയാലോ. വെറുതെ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടി മാത്രമല്ലേ തങ്ങൾ ഇത് ഈ അധികാരത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ കാന്തപുരം സമസ്ത വിഭാഗം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് PM ശ്രീ പദ്ധതി അറബിക്കടലിലേക്ക് വലിച്ചെറിയാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യം വ്യക്തമാണ്. കാരണം ഇപ്പോ VC അവിടെ പോയി കഴിഞ്ഞാൽ അത് വർഗീയത, കാന്തപുരം സമസ്തയൊക്കെ നമ്മുടെ കേരളം ഭരിക്കുന്നതിൽ അഭിപ്രായം പറഞ്ഞതിന് വർഗീയതയല്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ട് തന്നെയാണ് വേണ്ടത്. അപ്പോൾ വോട്ടിനായിട്ട് പലതരത്തിലുള്ള തന്ത്രങ്ങളും മെനയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ UDF അധികാരത്തിൽ വന്നിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ കൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു കരുതൽ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം VD സതീശനും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ പറയേണ്ട മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിയാണ്. അപ്പോൾ അവരൊക്കെ ഈ തരത്തിൽ പെരുമാറുന്നത് എന്നുള്ള വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ മുഖ്യമന്ത്രിയായ VD സതീശൻ പറഞ്ഞ ഞങ്ങൾ ഇതായിട്ട് മുന്നോട്ട് പോകും, പക്ഷേ കരിക്കുലത്തില് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതാണ്. അല്ല, അങ്ങനെയുള്ള പരിഷ്കരണങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കഴിയില്ല. പിന്നെ എങ്ങനെയാണ് VD സതീശൻ പറഞ്ഞത് ജനങ്ങളെ പിന്നെയും വണ്ടന്മാരാക്കാൻ ശ്രമിക്കുകയാണ്? ഓൾറെഡി പ്രതിപക്ഷത്തിരുന്ന് കുറച്ച് ജനങ്ങൾ വണ്ടന്മാരായി കഴിഞ്ഞു. കാരണം ഇത് പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ കേരളം കാവ്യവൽക്കരിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഈ കാവ്യവൽക്കരിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന സ്ഥലത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കിയപ്പോൾ അവിടെ കാവ്യവൽക്കരണം നടന്നില്ലേ?
അത് സ്വാഭാവികമായിട്ടും അവിടെ കോൺഗ്രസ് പരീക്ഷിച്ചു പോരുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് മൃദു ഹിന്ദുത്വ നയമാണല്ലോ കോൺഗ്രസ് പരീക്ഷിച്ചു പോരുന്നത്. ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് അവർ ന്യൂനപക്ഷങ്ങളോട് ഒരു കരുതൽ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ മതി, ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് അവർ സ്വീകരിച്ചു പോരുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശങ്ങളിൽ കോൺഗ്രസിന് ആ ഒരു ടാക്ടിക്സ് മതി. അപ്പൊ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളെ തലോടിക്കൊണ്ട് ഒരു കരുതൽ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു നിലപാട് കോൺഗ്രസ്. അപ്പൊ ആ ഒരു കരുതൽ കൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ പല്ല് നഖമൊക്കെ ഉപയോഗിച്ച് ഇവരെ എതിർക്കാൻ നോക്കുന്നത്. കാരണം കേരളത്തിന് പുറത്ത് മൃദു ഹിന്ദുത്വം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂനപക്ഷ പ്രീണനമാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ PM-ശ്രീ പദ്ധതിനെ ഇവര് ഒന്നടങ്കം എതിർക്കുന്നത്. അതുകൊണ്ടായിരിക്കാം, സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കാം PM-ശ്രീ പദ്ധതി ഒന്നടങ്കം എതിർക്കുന്നത്. പക്ഷെ മാഹിയിൽ നമ്മുടെ KV സ്കൂളുണ്ട് മാഹിയിൽ. അവിടെ ഒരുപാട് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്, വിവിധ ജാതി മതത്തിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആർക്കും കുഴപ്പമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. റിയാലിറ്റി അതിന്റെ ഒരു വസ്തുതയാണ്. അപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഒരു ഭയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മുന്നണികളുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ പലരും വീണു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ഇനിയിപ്പോ നമുക്ക് കണ്ടു തന്നെ അറിയാം, പ്രതിപക്ഷത്തിരുന്നവര് ഭരണപക്ഷത്ത് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ PM-ശ്രീ പദ്ധതി തന്നെ പൊളിഞ്ഞു പോയി. ഇപ്പൊ നടപ്പാക്കാൻ ഒരിക്കൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിന് പിൻവലിയാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജനങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ UDF ഇത്തരം തരത്തിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരില്ലല്ലോ. അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ സർക്കാരിനോടുള്ള ഒരു എന്താ പറയാ അപകർഷതാബോധവും അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്നതിന്റെ ആ ഒരു അതിൽ നിന്ന് ഒരു പിൻവലിയിലാന്ന് തോന്നുന്നു. അതിൽ നിന്നുള്ള ഒരു രക്ഷ കോൺഗ്രസ് ആണെന്ന് ജനങ്ങൾ കരുതുന്നു. അതുകൊണ്ടാണല്ലോ 1 കോടി ജനങ്ങൾ അങ്ങനെ കരുതുന്നു. അപ്പൊ ഇനിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് കഴിയും, വളരെ എളുപ്പത്തിൽ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് PM-ശ്രീയുടെ ഭാഗത്തിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന പല പദ്ധതികളുടെ ഭാഗത്തിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് എളുപ്പത്തിൽ കഴിയും.